ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ജയ്സാറിന്റെ ഓഫീസിന്റെ അടുത്ത് പോയിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിലോ ഈ ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്രാവശ്യം ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ അവിടെ പോയി ജയ്സാറിനെ ഫോൺ വിളിക്കുക, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ജയ്സാറിന് എനിക്ക് ചെറിയ സർപ്രൈസ് ഇങ്ങോട്ട് കിട്ടും, അതായത് വല്ല ചായ, ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജയ്സാറിന് ഒറ്റ ചോദ്യം, ചായ വേണോ ഐസ്ക്രീം വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം മതി. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മിലാനോ ഐസ്ക്രീം ഷോപ്പിൽ. ഞാനാണെങ്കിലോ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഐസ്ക്രീം എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ. കുറച്ച് പൈസ കൂടിയാലും വേണ്ടിയില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെയാട്ടോ. അങ്ങനെ ഞാനും ജയ്സാറിനും ഏതോ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തു കേട്ടോ. കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. ജയ്സാറിനാണ് അതൊക്കെ ഓർഡർ ചെയ്തത്. എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ഹാപ്പി ആക്കാൻ ഒരു അടുത്തൊരാളുണ്ടാവും എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമം മാറ്റാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തണുത്തത് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സൊന്ന് കൂളാവും ചെയ്യും. ഇത് പറയേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എന്തോ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നിട്ട്, അപ്പോൾ ആ വിഷമം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് ജയ്സാറിൻ്റെ ഓഫീസിലേക്ക് എൻ്റെ അടുത്ത് ചെന്നതും ജയ്സാറിൻ്റെ ഇതേപോലെ ഐസ്ക്രീമും വാങ്ങിയതും പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ മൈൻഡ് ഒന്ന് ഓക്കെ ആയിട്ടോ. അങ്ങനെ ചെറിയൊരു ഐസ്ക്രീം ഡേറ്റിംഗ് ഞാൻ ചുമ്മാ പറഞ്ഞാണേ. ഐസ്ക്രീം കഴിച്ചിട്ട് കുറച്ച് കുശലം പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടാ. അതിനിടയ്ക്ക് കുറച്ച് ഷോ കാണിച്ചിറങ്ങിയതാണ്, ഡോറ് മാറിപ്പോയി. അങ്ങനെ ജയ്സാറിൻ്റെ ഈ ഒരു ഓഫീസിൻ്റെ അടുത്തുള്ളൊരു ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് ജയ്സാറിന് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ജയ്സാറിനെ അല്ല, കുറച്ച് മെച്ചൂർഡുള്ള ആളാണ്. അങ്ങനെ ജയ്സാറിന് ടാറ്റ ബൈ ബൈ കൊടുത്ത് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.